അതായത് ചില ആൾക്കാർ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്ത് അസുഖം വന്നാലും നമ്മളിപ്പോ പച്ചവെള്ളം ആണെന്നുണ്ടെങ്കിൽ അത് മരുന്നെന്നുള്ള രീതിക്ക് ഇത് മാറുമെന്ന് ക്യൂർ ആവുമെന്ന രീതിക്ക് കുടിച്ചു കഴിഞ്ഞാല് അതിനൊരു റിസൾട്ട് കിട്ടുമെന്ന്. ശരിക്കും പകുതി അസുഖങ്ങളും നമ്മുടെ തോട്ടിന്റെ ഭാഗം തന്നെയാണ്. അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാല് പ്ലാസിബോ എഫക്റ്റ് എന്നൊക്കെ പറയും. വെറും വെള്ളം കൊടുത്താലും ചില ആൾക്കാർക്ക് അവരുടെ ട്രസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ബിലീഫ് കൊണ്ട് അസുഖം മാറുക എന്ന് പറയും. പക്ഷെ അവിടെ എന്ന് വെച്ചാല് നമ്മൾ അവിടെ വെറും വെള്ളം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഒരു പരിധി വരെ അത് ഒരു ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു ഡോക്ടർ നമ്മൾ ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്ന ഡോക്ടറിന്റെ മനസ്സും കൂടെയാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് മാറണം എന്ന് അമിതമായിട്ടുള്ളൊരു ചിന്ത ആ ഡോക്ടറിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഡോക്ടറിന്റെ കൈ കൊണ്ട് കൊടുക്കുന്നതിനകത്തും ആ ഒരു എനർജിയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എനർജി സ്വാഭാവികമായിട്ടും ഒരു പേഷ്യന്റിന്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചേഞ്ചസ് വരാം. അതിലെല്ലാം ഉപരി ഒരു ഡോക്ടർ പേഷ്യന്റിനോട് നിൽക്കുന്ന ഒരു രീതിയും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം. നമ്മള് കാര്യങ്ങളെല്ലാം ചോദിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു അവിടെ ശരിക്കും പറഞ്ഞ ഒരു റിലീസ് വന്നു കഴിഞ്ഞു. അവരുടെ അസുഖത്തിന്റെ പകുതി എനർജി ഡോക്ടറിനെ കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. ശരിക്കും ഒരു പരിധി വരെ ഡോക്ടേഴ്സ് കൗൺസിലേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഗാർബേജ് ക്യാൻ പോലെയാണ്. നമ്മളടുത്ത് കൊണ്ടുവന്ന് അവരവരുടെ പ്രശ്നങ്ങൾ ഡംപ് ചെയ്തിട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനനുസരിച്ചുള്ള പ്യൂരിഫിക്കേഷനും മറ്റും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് നമുക്കും അസുഖങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഈ വെള്ളം കൊടുക്കുമ്പോൾ പോലും അവിടെ ഫലിക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഇഷ്യൂ ആണ്. കാര്യം ഇപ്പോ വരുന്ന ആൾക്ക് ഡോക്ടറിന് എന്തെങ്കിലുമൊക്കെ അറിയാം, ഈ ഡോക്ടർ ഇച്ചിരി അറിവും വിവരവും ഉള്ള ആളാണെന്ന് ഒരു ഫീൽ അവർക്ക് ഉണ്ടായാൽ തന്നെ മതി, നമ്മൾ കൊടുക്കുന്നത് ഫലിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മരുന്ന് ഓഫ് കോഴ്സ് മരുന്ന് ഒരു ഫാക്ടറാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെഡിസിനും നമുക്ക് സെക്കൻഡറി ആയിട്ട് തന്നെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ആളുടെ മനസ്സിൽ തോട്ട് ഫോമിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലോ ഒക്കെ ഒരു ചെറിയൊരു ചേഞ്ച് വരുമ്പോ തന്നെ ഈ പറയുന്ന അസുഖങ്ങളിൽ മാറ്റം വരും. ഈവൻ ദോ ഒരു മരുന്ന് പോലും ഇല്ലാതെ വേണമെങ്കിൽ മാറ്റം വരും. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കത് പറയാൻ പറ്റില്ല. പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ കൂടുതലും ചെയ്തിരുന്ന അതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അസുഖം വരുന്ന കാലത്ത് നമുക്ക് ആ തനിയെ മാറും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. സാധിക്കും. ഭയങ്കര